ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് രാത്രിയായിട്ടോ വീടെടുക്കുന്നത്. അതാണ് ഞാൻ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നത്. എല്ലാവരും കഴിച്ചോ? ഞാൻ കഴിച്ചത് നമ്മുടെ ചോറും പിന്നെ ചമ്മന്തിയും നല്ല മീൻകറിയും. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ പള്ളിയുടെ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞും പോകണം ഗൈസ്. ഇനി അവിടെ മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ മ്യൂസിയത്തിൽ കയറിയിട്ട് ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടെ റീൽസിന് ഫോട്ടോഷൂട്ട് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കൊച്ചും കൂടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ പോയത് ആക്ച്വലി കിങ്ങിണി ചേച്ചി സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചോണ്ട് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ്. 6:30 അവള് സ്വിമ്മിങ് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അവളെ കൂട്ടാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് അന്ന് ചെറുതായിട്ടൊന്ന് പള്ളിയിൽ കയറി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചൊന്ന് വീഡിയോ എല്ലാം എടുത്തിട്ട് അതിങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ അന്നേരം ഓർത്തത് അവിടെ മ്യൂസിയം ഉണ്ട്. ഇനിയും ഒത്തിരി വർഷകാലത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ മ്യൂസിയത്തിൽ കയറണം. പിന്നെ ഒരു വലിയ മണിയുണ്ട് കേട്ടോ. ചെറിയ പള്ളി അങ്ങോട്ട് ഒത്തിരി കയറി ഇപ്പം സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങ് പോയിട്ട് വരാനായിട്ട് താമസമായി, രാത്രിയായി. പിന്നെ അങ്ങനെ കുറച്ച് ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് വീട്ടിൽ നിന്ന് വിളിയായിരുന്നു, എവിടെയായി നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇനി പോകുമ്പോഴത്തേക്കും ചെറിയ പള്ളിയിൽ കുറച്ച് കാര്യമുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യം കൂടെ ഇനി ഇതുണ്ട്. അപ്പം അതുകൂടെ ചെയ്ത് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലായിരുന്നു, ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരുന്നു. അപ്പം പഠിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞാണ്ടി ഞാൻ പറഞ്ഞില്ല നേരത്തെ, അങ്ങനെ കിടന്ന് വിളിച്ചോണ്ട്. നാളെ ഇവർക്ക് പരീക്ഷയുണ്ട്. അപ്പൊ കൊച്ചു നാളെ ഇംഗ്ലീഷാണ് ഗൈസ് പരീക്ഷ. പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസത്തെ സ്റ്റഡി ലീവിന് എന്നെ എടുക്കുമെന്ന് ഓർത്തപ്പം ഒരു ദിവസം കളിച്ചു. ബാക്കി 2 ദിവസം ഇന്ന് ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ഇരുന്നു പഠിച്ച്. ഇന്ന് രാത്രി ഇന്ന് പഠിക്കും. രാവിലെ ഞാനൊരു ഉച്ച വരെ ഇരുന്ന് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയിട്ട് ഞാനിപ്പോൾ വന്നിട്ട് ഞങ്ങൾ കളിച്ചത് സാറ്റാട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ട് ഞങ്ങളുടെ ഇവിടെ. അപ്പം ആദ്യം ടീച്ചർ വിളിച്ചു, സാറ്റ് കളിക്കുമായിരുന്നു. അപ്പം അമ്മ വിളിച്ചു ഈസ്റ്റ് മേടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഈസ്റ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്ത് പോയപ്പോൾ എല്ലാവരും കളി. പിന്നെ അവളുടെ കുറച്ച് കൂട്ടുകാരികൾ ഇവിടെ വന്ന് ചോദിച്ചു, ഡയാന എന്തിയെന്ന്. അപ്പം ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു ഡയാന ഇതേപോലെ കട വരെ പോയിരിക്കുകയാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നാളെ വൈകുന്നേരം വരികയാണ്. ഭയങ്കര മടുപ്പാണ് ഗൈസ്. അത്രയ്ക്കുമില്ല. പിന്നെ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് ഞങ്ങൾക്ക് കുറച്ചൊരു 50 ആക്കി തരാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടനും ഒന്ന് ചെയ്യുക കേട്ടോ. അല്ലേ ചേ? പിന്നെ ഡയാനയ്ക്ക് നാളെ പരീക്ഷയായതുകൊണ്ട് ഞങ്ങൾ വേഗം കുറച്ചിങ്ങനെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പം ഞങ്ങൾ പിന്നെ വരാം, നാളെ വരാം. അപ്പോൾ ഗൈസ് ബൈ ബൈ.